ഹായ് ഓൾ, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു റീലില് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇതാണ് സ്ട്രോപ്പ് ക്രീം. ഒബ്വിയസ്ലി മേക്കപ്പിന് ഇഷ്ടമുള്ള എല്ലാ ഗേൾസിനും ലേഡീസിനും ഇപ്പോൾ നന്നായിട്ട് അറിയാം ഈ സ്ട്രോപ്പ് ക്രീം എന്തിനൊക്കെ ഉപയോഗിക്കാന്നുള്ളത് കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ചെറിയൊരു കാര്യം കൂടി ഞാൻ ഷെയർ ചെയ്യാം. ഈ സ്ട്രോപ്പ് ക്രീം നമുക്ക് ഒരു ബ്ലഷിന്റെ കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് എഫക്റ്റ് വരുന്നു നോക്കാം. നമ്മളിത് ബ്ലഷിന്റെ കൂടെ എടുക്കുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും മിക്സ് ആൻഡ് മാച്ച് ട്രൈ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ബ്ലഷ് ഇടുമ്പോൾ ഞാനിപ്പോ കുറച്ച് നാളായിട്ട് എല്ലാ ഡ്യൂയി മേക്കപ്പ് ഫിനിഷിലും ചെയ്യുന്ന ഒരു കാര്യമാണ് 2 ഡ്രോപ്പ് ബ്ലഷിന്റെ കൂടെ സ്ട്രോപ്പ് ക്രീം മിക്സ് ചെയ്ത് കഴിഞ്ഞാല് ഇതുപോലെ നല്ല ഒരു മിക്സിങ് കൊടുക്കണം. എന്തായാലും നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും മിക്സ് ആൻഡ് മാച്ച് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്ലെൻഡിങ് കൊടുക്കണം, എന്നാലും അത് ആക്ടിവേറ്റ് ആവുള്ളൂ. ഓക്കെ, ഇതുപോലെ കൊടുത്തിട്ട് 1 2 3 1 2 3. ബ്ലഷ് ഓവറായി പോകുന്ന ഡൗട്ട് ഉള്ളവർക്കുള്ള ഈസി ടെക്നിക്കാണ് ഇത്. ബ്ലഷ് ഇടുമ്പോൾ ഈ 1 2 3 മെത്തേഡ് ട്രൈ ചെയ്താൽ 3 ഡ്രോപ്സ് ഇട്ടിട്ട് ജസ്റ്റ് ബ്ലെൻഡിങ്. ബ്യൂട്ടി ബ്ലെൻഡർ ആണ് എപ്പോഴും ബ്ലെൻഡ് ചെയ്യാൻ നല്ലത്. ജസ്റ്റ് ബ്ലെൻഡിങ്, സീ ദ ടിന്റ് കമ്മിങ്. നമുക്ക് നല്ല രീതിയിൽ ഒരു ഗ്ലോയി ആയിട്ടുള്ള ഒരു ബ്ലഷ് ഔട്ട്പുട്ട് കൊടുക്കും. ഹൗ ദ ബ്ലഷ് ഈസ് വെരി സ്മൂത്ത് അല്ലേ. ഇപ്പൊ പിന്നെ നമ്മൾ എവിടെയാ ചെയ്യാം, ഈ ഒരു കോർണർ, ഓക്കെ, പിന്നെ ഈ ഒരു കോർണർ, മീൻസ് ഈ ഒരു ടിപ്പ് ലൈക്ക് ദിസ് ലൈറ്റ് ആയിട്ട് കൊടുക്കാനും പാടുള്ളൂ കേട്ടോ. എപ്പോഴും മേക്കപ്പ് സട്ടിലായിട്ട് ചെയ്യുന്നതാണ് അതിന്റെ ഒരു ബ്യൂട്ടി വരാം നമുക്ക്. സോ ഇതുപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ സോഫ്റ്റ് ബ്ലെൻഡ് ആയിട്ട് പോകുന്നുണ്ട്. ഗ്ലോസിനെസ് കാണുന്നില്ലേ. അപ്പോ ഹൗ ഈസ് ഇറ്റ്? സ്മൂത്ത് ബ്ലെൻഡിങ് ആയിട്ടുണ്ട്. ഇത്രയും ആവശ്യമുള്ളൂ. ചെറിയ ചെറിയ ടിപ്സ്, നമ്മൾ ചെറിയ ചെറിയ ടിപ്സ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് നമ്മുടെ മേക്കപ്പ് വ്യൂവിൽ മാറ്റാൻ പറ്റും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ്